ഇന്നത്തെ അറിയിപ്പുകൾ. ചൊവ്വാഴ്ച മുതൽ രാജ്യത്ത് 400ഓളം മരുന്നുകൾക്ക് വില വർദ്ധിച്ചു. 1.74% വില വർധന. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ദേശീയ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി വില പുതുക്കിയതോടെയാണ് തീരുമാനം. അർബുദം, പ്രമേഹം, വിവിധ അണുബാധകൾ, അലർജി, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ, ചില മെഡിക്കൽ ഉപകരണങ്ങൾ, ആന്റിവൈറൽ വേദന സംഹാരികൾ എന്നിവയുടെയും വില വർദ്ധിക്കും. എല്ലാ വർഷവും നടത്തുന്ന ഈ വില വർധന ജീവൻ രക്ഷാ മരുന്നുകൾക്ക് മാത്രമാണെന്നതിനാൽ സാധാരണക്കാരായ രോഗികളെ ഇത് ബാധിക്കും. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ചൊവ്വാഴ്ച മുതലാണ് ഇത് പ്രാബല്യത്തിലായത്. ഹൃദയധമനികളിലെ തടസ്സം നീക്കാൻ സ്ഥാപിക്കുന്ന സ്റ്റെന്റിനും വില വർദ്ധിക്കും. നിർമ്മാണ കമ്പനികൾക്ക് ഇതിനുള്ള അനുമതിയും NPPA നൽകിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് KSEB. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പരസ്യ ബോർഡ് നീക്കാൻ തീരുമാനമായത്. പോസ്റ്ററുകളും പരസ്യ ബോർഡുകളും നീക്കം ചെയ്യാത്ത പക്ഷം അവരിൽ നിന്നും പിഴ ഈടാക്കും. വൈദ്യുതി പോസ്റ്റുകളിൽ പരസ്യ ബോർഡുകൾ, പോസ്റ്ററുകൾ എന്നിവ സ്ഥാപിക്കുന്നത് നിരോധിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട്. ഇതിന്റെ പിൻബലത്തോടെയാണ് പുതിയ തീരുമാനം KSEB കൈക്കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 15 മുമ്പായി വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചവർ തന്നെ മാറ്റണമെന്നാണ് നിർദ്ദേശം. അല്ലെങ്കിൽ KSEB തന്നെ ഇവ മാറ്റുകയും അതിനുവേണ്ടി വരുന്ന ചെലവ് പരസ്യ ബോർഡ് സ്ഥാപിച്ചവരിൽ നിന്നും ഈടാക്കുന്നതുമാണ്. ഇത്തരത്തിൽ പരസ്യ ബോർഡുകൾ മാറ്റുന്നതിന് ചെലവായ തുക ഈടാക്കുന്നതിനായി അറിയിപ്പ് നൽകി 15 ദിവസത്തിനു മുമ്പായി തുക അടച്ചില്ലെങ്കിൽ 12% പലിശ കൂടി നൽകേണ്ടി വരുമെന്നും KSEB അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൃത്യസമയത്ത് പണം നൽകാത്ത MSME വിതരണക്കാർക്ക് നികുതി ഇളവ് നൽകില്ല. ആ തുക ബിസിനസ് ചെലവായി കണക്കാക്കും. 2024 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ആദായ നികുതി നിയമപ്രകാരമാണ് തീരുമാനം. കൃത്യസമയത്ത് പണം നൽകാത്ത കമ്പനികൾക്ക് ആ തുക ബിസിനസ് ചെലവായി കണക്കാക്കി നികുതിയിൽ ഇളവ് ആവശ്യപ്പെടാൻ കഴിയില്ല. 45 ദിവസത്തിലധികം വൈകിയാൽ മാത്രമാണ് ഇളവ് നൽകാതിരിക്കുക. ആ പണം തുടർന്ന് അതേസമയം തന്നെ നൽകിയാൽ മാത്രമേ നികുതി ഇളവ് നൽകപ്പെടുകയുള്ളൂ. ഇതിനോടൊപ്പം 2025 മാർച്ച് 25 കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട പ്രധാന വ്യവസ്ഥയനുസരിച്ച് ചെറുകിട സംരംഭങ്ങളായ വിതരണക്കാരെ കൃത്യമായി തിരിച്ചറിയുകയും അവരുടെ പേയ്മെന്റുകൾ വൈകിയാൽ അത് ഹാഫ് ഇയർലി റിട്ടേൺ ആയി റിപ്പോർട്ട് ചെയ്യുകയും വേണം. വൈകിയ പേയ്മെന്റുകൾ തടയുന്നതിനും കോർപ്പറേറ്റുകൾക്ക് ഉത്തരവാദിത്തം നിർബന്ധമാക്കുന്നതിനുമാണ് ഈ നീക്കമെന്ന് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫി TV.